രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായതായി ആർക്കും പറയാൻ സാധിക്കില്ല. ഭീകരമായിരുന്നൊരു അന്തരീക്ഷം. ഞാൻ ചോദിക്കുന്നത്, അവരിപ്പോ പൊട്ടിച്ച ടിയർ ഗ്യാസും ഈ അടിച്ച വെള്ളവും ഞങ്ങൾ ഇരിക്കുന്ന സ്റ്റേജിന്റെ അടുത്ത് വന്ന് ഇത് പൊട്ടിയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? സ്റ്റേജിന്റെ അടിയിൽ വന്ന് പൊട്ടിയില്ല. അത് പക്ഷേ അത് പൊട്ടിയിരുന്നെങ്കിലും ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ബസിന്റെ പുറത്താണ്. എന്തെല്ലാം സംഭവിക്കുമായിരുന്നു എന്ന് കണക്കുകൂട്ടണം. ഒരു പ്രകോപനമില്ലാതെയാണ് ഈ സംഭവം നടത്തിയത് എന്നതാണ് ഞങ്ങളുടെ ആക്ഷേപം. അവിടെ പോയി കണ്ടെറിയാനോ അവിടെ പോയി ബോധം വെക്കാനോ ആരും നിന്നിട്ടില്ല. എത്ര അടുത്തു നിന്നാണ് തെളിഞ്ഞത്? എത്ര അടുത്തു നിന്നാണ് വെള്ളടിച്ചത്? 6 എംപിമാർ, MLA മാർ, മുൻ മന്ത്രിമാർ എല്ലാം നിൽക്കുന്ന ഒരു സ്റ്റേജിൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുമ്പോ ഈ വന്ന് ഒരു അടിയിൽ വീണ് ഒരു പൊട്ടിയില്ല. പക്ഷെ അത് പൊട്ടിയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഇരിക്കുന്ന ഞങ്ങൾ എല്ലാവരും ഉണ്ട്. കേരളത്തിലെ കോൺഗ്രസ് ഒന്നടങ്കം പോയിരുന്നു. ഞാൻ ചോദിക്കുന്നു, എന്നിട്ടും അത് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് ഭ്രാന്തല്ലേ? ഇത് എന്ത് മുഖ്യമന്ത്രി? ആളുകളെ അടിച്ച്, ആളുകളെ വെട്ടിക്കുത്തി, ആളുകളെ ആശുപത്രി, ഞാനിപ്പോ പോയി കണ്ട കുറെ ആളുകൾ ആശുപത്രിയിൽ പോയി കണ്ടാ ഞാൻ വരുന്നത്, ജയിലിൽ പോയി കണ്ടാ ഞാൻ വരുന്നത്. അടികൊണ്ടത് മാത്രമല്ല, കുട്ടികളെ ജയിലിലാക്കുകയാണ്. എന്ത് കുറ്റം ചെയ്ത? കറുത്ത കൊടി കാണിച്ചാൽ ഇത്രയൊക്കെ ചെയ്യണമായിരുന്നു എന്നതാണ് എന്റെ ചോദ്യം. കറുത്ത കൊടി കാണിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും സ്വാതന്ത്ര്യ സമരം മുതൽ ഈ രാജ്യത്ത് എല്ലാവരും നടത്തുന്ന ഒരു സമരമാണ്. എന്തിനാണ് അദ്ദേഹത്തിന് ഇത്രയും ഭയപ്പാട്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ ആശങ്ക? കേസെടുത്തതും നമ്മളെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങളുടെ കേസ് ഒരുപാട് കണ്ടവരാണ്. ഈ ബോംബ് പൊട്ടിച്ചിട്ടും ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞാനൊക്കെ ഇതിനു മുമ്പ് കണ്ണൂരിൽ CPM-മായി ഫൈറ്റ് ചെയ്ത് നടക്കുമ്പോ എന്റെ 3 അംബാസഡർ കാർ ബോംബ് എറിഞ്ഞ് കത്തിച്ചത്. 2 തവണ നേരോ എസ്കേപ്പാണ് ഞാനവിടെ. എന്റെ തലക്ക് മുകളിൽ കണ്ണേറ് വരുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ എപ്പോഴും തലക്ക് പിറകിൽ വെക്കുന്ന ഒരു ബ്രീഫ് കേസ് ഉണ്ട്. ആ ബ്രീഫ് കേസിന്റെ മുകളിൽ ബോംബ് പൊട്ടി ആ ബ്രീഫ് കേസ് ചെതറിപ്പോയിരുന്നു. എന്റെ ശരീരത്തിൽ നിറയെ ഷെല്ലുകൾ നിറച്ച് 32 ദിവസം ആശുപത്രിയിൽ പോയി ഷെല്ല് പെറുക്കിയെടുത്തവരാണ് ഞാൻ. ഇതൊന്നും കണ്ടിട്ടൊന്നും ഞാൻ മാറിയിട്ടൊന്നുമില്ല. എത്രയോ കേസുകൾ പെണ്ണൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ കോടതിയിൽ കയറി ഇറങ്ങുന്ന ആളാണ്. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലീസ് ഓഫീസർ നമ്മളെ കാണുമ്പോൾ ഭക്ഷണം കൊണ്ടേക്കും. കാരണം നിങ്ങൾ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കുന്നവർക്കറിയാം. അങ്ങനെ നിരന്തരം കേസുകളിലും അക്രമങ്ങളിലും ഒക്കെ നെഞ്ചു വിരിച്ചു നിന്ന പാർട്ടി പ്രവർത്തകരാണ് ഞങ്ങളൊക്കെ. ഞങ്ങളെയൊന്നും ഈ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കരുത് എന്ന് പിണറായി വിജയൻ അറിയാലോ. പിണറായി വിജയനും ഞാനും തമ്മിൽ മുഖാമുഖം നേരിട്ട് കണ്ടിട്ടില്ലല്ലോ വൃന്ദം കോളേജിൽ. അതിന്റെ അനുഭവം പിണറായി വിജയൻ അറിയാലോ. അദ്ദേഹത്തിന്റെ ആക്ഷനൊക്കെ നിങ്ങൾക്ക് കാട്ടി തന്നിട്ടില്ലേ? അദ്ദേഹം എന്ത് ആക്ഷനാണ് കണ്ടത് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ മനസ്സെന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി നേതാവിന്റെ മനസ്സല്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായ സമാനതകളില്ലാത്ത സംഭവം SRCP-യുടെ കാലത്തോ ബ്രിട്ടീഷ് ഭരണകാലത്തോ ഉണ്ടാകാത്ത അത്രയും ക്രൂരവും ഞെട്ടിക്കുന്നതുമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രതിപക്ഷ നേതാവ്, 6 MPമാർ, 7 MLA-മാർ, മുൻ മന്ത്രിമാർ തുടങ്ങിയുള്ള നേതാക്കളാണ് ഞങ്ങൾ സ്റ്റേജിലുണ്ടായിരുന്നത്. അത്യുഗ്രശേഷിയുള്ള 18 ടിയർ ഗ്യാസ് ഷെല്ലാണ് അവർ പൊട്ടിച്ചത്. ഇന്നലെ വലിച്ചെറിഞ്ഞത്. ഇന്നലെ അതിൽ 4 എണ്ണം ഞാൻ ഉൾപ്പെടെ ഇരിക്കുന്ന നേതാക്കന്മാരുടെ സ്റ്റേജിന്റെ മുൻപിലാണ് വന്ന് വീണത്. 2 എണ്ണം സ്റ്റേജിന്റെ അടിയിൽ വീണു. ഈ ഗ്രനേഡുകളെല്ലാം പൊട്ടിയിരുന്നുവെങ്കിൽ, അതാണ് ഞാൻ ചോദിച്ചത്, സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തന്നെ വാഷ് ഔട്ട് ആവുമായിരുന്നില്ലേ? എന്നിട്ടും അതിനെക്കുറിച്ച് ന്യായീകരിക്കാൻ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് എന്തു പറയണം? വാഹനത്തിലാണ് സ്റ്റേജ് തയ്യാറാക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞു. പോലീസ് ഏറ്റെടുത്ത് നടപ്പാക്കിയത് CPM-ന്റെ കൊട്ടേഷൻ, AKG സെന്ററിന്റെയും മുഖ്യമന്ത്രിയുടെയും ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ശശിയുടെയും നിർദ്ദേശമാണ് പോലീസ് നടപ്പിലാക്കിയത് എന്നതാണ് യാഥാർത്ഥ്യം. DGP വെറും നോക്കുകുത്തിയായ ഒരു പാവം പ്രതിമ.
ഒരു വാക്ക് അദ്ദേഹത്തിന് സംശയം ചെയ്യാൻ സാധിച്ചില്ല. ഈ അക്രമത്തിന് ആര് നേതൃത്വം കൊടുത്തത്? മുഖ്യമന്ത്രിയുടെ ബോഡി ഗാർഡാണ്, മുഖ്യമന്ത്രിയുടെ സുരക്ഷാപരന്മാരാണ്, മുഖ്യമന്ത്രിക്ക് വേണ്ടി പുറത്തു നിന്ന് കൊണ്ടുവന്ന ഗുണ്ടകളാണ്, അവരുടെ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറഞ്ഞ് അവർ ഉണ്ടാക്കിയ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്ത ഗുണ്ടകൾ. ആ മഞ്ഞ വസ്ത്രമൊട്ടിച്ച് വന്ന് നിൽക്കുന്നവരൊക്കെ ഗുണ്ടകളാണ്. ആ ഗുണ്ടകളാണ് നമ്മുടെ കുട്ടികളെയൊക്കെ അടിച്ചത്. കാസർഗോഡ് മുതൽ കണ്ണൂരിലെത്തിയപ്പോ കണ്ണൂരിൽ നിങ്ങൾക്കറിയാം, കല്യാശ്ശേരിയിൽ വെച്ച് അടിച്ച അടി നിങ്ങൾക്കറിയാം. പൂച്ചട്ടി കൊണ്ടും അതുപോലെ തന്നെ വയർലെസ് സെറ്റ് കൊണ്ടും ഒക്കെ ഞങ്ങളുടെ ചെറുപ്പക്കാരെ അടിച്ച് തലക്കടിച്ച് പൊളിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നിട്ടാണ് പറയുന്നത് ജീവൻ രക്ഷാപ്രവർത്തനാണ് എന്ന് പറയണമെങ്കിൽ ഇദ്ദേഹത്തിന് സമനിലയുണ്ടോ എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ ആലോചിക്കണം. ഈ അടി അത്രയും അടിച്ച് തല കീറി രക്തം വിളിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന ഈ ആളുകൾക്ക് ജീവൻ രക്ഷാപ്രവർത്തനമാണ് അവർ നടത്തിയത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അദ്ദേഹത്തെ തിരുത്താൻ ആ പാർട്ടിയിൽ ആരുമില്ല. ഏകചക്രാധിപതിയാണ് ആ പാർട്ടി. ആരും വിമർശിക്കാനില്ല, ആരും എതിർക്കാനില്ല. CPM-ന്റെ എത്ര മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചു? ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയുടെ നിഴൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. വ്യക്തിവിരോധം തീർക്കുകയാണ് ഈ സർക്കാർ. അക്രമത്തെ ആരാധിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന CPM-ന് ജനാധിപത്യത്തോട് പുച്ഛമാണ്. എനിക്ക് ചില ശാരീരിക പ്രശ്നങ്ങളുണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഗ്രനേഡും വൈറസും പോലുള്ള മറ്റു വാതകങ്ങൾ ഉപയോഗിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിണറായി വിജയൻ ഒരു കൊലയാളിയാണെന്നും കൊലയാളിയുടെ മനസ്സാണ് ഇയാൾക്കുള്ളതെന്നും ഞാൻ എത്രയോ കാലമായി പറയുന്നു. കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകമായ പാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം ഇദ്ദേഹത്തിന് നേരിട്ട് പങ്കുള്ള കൊലപാതകമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. മംഗലാപുരം കോടതിയിലാണ് കേസ്. ആ കേസ് സാക്ഷി പറയാൻ ആളില്ലാത്തത് കൊണ്ട് തള്ളിപ്പോയതാണ്. സ്വന്തം കൊലക്കത്തിയെടുത്ത് രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാൻ പോയ പാരമ്പര്യത്തിന്റെ ഉടമസ്ഥന ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കണ്ണൂരിലെ അത് TP ചന്ദ്രശേഖരനിൽ വരെ എത്തി. സ്വന്തം സഹപ്രവർത്തകനായ ചന്ദ്രശേഖരനെ പോലും കൊല്ലിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡായി നടന്നിരുന്ന ഒരു വെണ്ടുട്ടായി ഒരു ബാബു. ആ ബാബു എന്ന് പറയുന്ന ചെറുപ്പക്കാരനും ഇദ്ദേഹവും തമ്മിൽ ഒന്ന് തെറ്റി അതിന് ബാബു ഇദ്ദേഹത്തിനടുത്തേക്ക് 2-3 ദിവസമായിട്ട് വന്നില്ല. അദ്ദേഹം അവനെ ശത്രുപക്ഷത്തേക്ക് പ്രഖ്യാപിച്ചു പിണറായി. എന്നിട്ട് 10-25 ദിവസമാകുമ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു ക്രിമിനൽ കേസിനകത്ത് വക്കീലിനെ കാണാൻ തലശ്ശേരി ചിറക്കര പോകുമ്പോ ആ ചിറക്കരയിലെ ഒരു ജംഗ്ഷനിൽ ഇട്ട് CPM-ന്റെ ഗുണ്ടകളെ വെച്ച് ആ ബാബുവിനെ വെട്ടിക്കൊന്നു. കൊല്ലട്ടെ, ഒരാളെ കൊന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിന് ഒരൊറ്റ ആളുകളും പങ്കെടുക്കാൻ പാടില്ലെന്ന് പിണറായിയിലെ ജനങ്ങൾക്ക് മുഴുവൻ വിലക്ക് കൽപ്പിച്ചു ഈ പിണറായി വിജയൻ പാർട്ടി. ഹോസ്പിറ്റൽ നടത്താൻ പോലും ആരും ഉണ്ടായില്ല. അടുത്ത ബന്ധുക്കൾ മാത്രം 2-3 ആളുകൾ. അങ്ങനെ വൈകുന്നേരമാകുമ്പോ ചാലിപ്പാരുന്ന മഴ, ബോഡി മറവ് ചെയ്യാൻ കൊണ്ടുപിടിക്കാൻ ആളില്ല, വിക്കാസില്ല, അവിടെ നാട്ടുകാരില്ല, അയൽവക്കക്കാരില്ല, ആരുമില്ലാതിരിക്കുന്ന ദയനീയമായ അവസ്ഥയിൽ ബോഡിയും വെച്ച് അടുത്ത കുടുംബക്കാരൻ വീട്ടിലിരിക്കുന്നു. ആ വീട്ടിന്റെ അടുത്താണ് അന്ന് SN കോളേജിലെ KSUവിന്റെ വൈസ് ചെയർമാനായിരുന്ന നമ്മുടെ ഒരു പെൺകുട്ടി, പേര് മറന്നുപോയി. അവരന്ന് ആ കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ആളുകളില്ല, ഇത് മറവ് ചെയ്യാൻ, അതുകൊണ്ട് സ്വയംഗ്രന്ഥം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എന്റെ നാട്ടിൽ നാടാനിൽ നിന്ന് 3 ജീപ്പിൽ ആളുകളെയും പിക്കാസും പെട്രോമാക്സും ഒക്കെ എടുത്ത്, ലൈറ്റില്ല, പെട്രോമാക്സ് കൊടുക്കുന്നില്ല കടകളിൽ നിന്ന്, അവിടെ പെട്രോമാക്സും ഒക്കെ എടുത്ത് 15 ആളുകളെ അയച്ച് അവർ പോയിട്ടാണ് ആ ബോഡി മറവ് ചെയ്തത്. അതാണ് പിണറായി വിജയൻ. കൊല്ലുക മാത്രമല്ല, അത് മറവ് ചെയ്യാൻ പോലും സമ്മതിക്കാത്ത ക്രൂരതയുടെ പര്യായം. അത്ര വികൃതമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ മുഖമെന്ന് നിങ്ങൾ ഓർക്കണം. പിണറായി വിജയൻ ഒരു കൊലയാളിയാണെന്നും മനസ്സാണ് ഇയാൾക്കുള്ളതെന്ന് ഞാൻ എത്രയോ കാലമായി പറയുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് നേരിട്ട് തൊട്ടറിയാൻ ഈ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുകയാണ്. മറ്റുള്ളവരുടെ രക്തം കണ്ട് ഉന്മാദിക്കുന്നവനാണ് ഈ സൈക്കോപാത്ത് എന്ന് പറയുന്നത്. എന്റെ ബോധ്യങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പറയുന്നത് ഒരു സൈക്കോപാത്തിന് മാത്രമേ കോൺഗ്രസ് നേതൃത്വത്തെയും പ്രതിപക്ഷത്തെയും ഒന്നടങ്കം ഇല്ലാതാക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കാനാവും. ശ്രീ പിണറായി വിജയന് സൈക്കോപാത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ഒരു സൈക്കോപാത്താണെന്ന് പറഞ്ഞാൽ അതിൽ അധികം പറ്റാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അത് ആ പദം മാത്രം മതിയോ എന്നാണ് എനിക്ക് സംശയം. അതിനപ്പുറത്തൊരു പദം ഉണ്ടോ എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ മറ്റൊരു വാക്ക് കണ്ടെത്താത്തത്. പറയാൻ സാധിക്കുന്നതിനുള്ള പരമാവധി വാക്കാൻ ഞാൻ പറയുന്നു. ഹീസ് എ സൈക്കോപാത്ത്. അങ്ങനെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വേണോ വേണ്ടയോ എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കേണ്ടതാണ്. കണ്ണൂരിലെ ജനങ്ങൾക്ക് മാത്രം അറിയാവുന്ന പിണറായി എന്ന സൈക്കോപാത്തിനെ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ തിരിച്ചറിയാൻ നവകേരള സദസ് യാത്രയിലൂടെ സാധിച്ചു എന്നതിൽ ഞാൻ സംതൃപ്തനാണ്. നവകേരള സദസ് കേരളത്തിലുടനീളം സഞ്ചരിച്ച് 37 ദിവസം ഈ സൈക്കോപാത്തിന്റെ ക്രൂരകൃത്യങ്ങൾ ജനങ്ങൾ കണ്ടു. കല്യാശ്ശേരിയിലെ കുട്ടികളെ അടിച്ച്, പിണറായി വിജയന്റെ കുട്ടികൾ തല്ലിച്ചതച്ച് അതിനെ ജീവൻ രക്ഷാപ്രവർത്തനമായി വിശേഷിപ്പിച്ച് ഒരു സൈക്കോപാത്തിന് മാത്രമേ അത് പറയാൻ സാധിക്കൂ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ചോദിച്ചാൽ തെറ്റുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഉത്തരം പറയണം. നവകേരള സദസ് കണ്ണൂരിലെത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ വ്യാപകമായി കരിങ്കൽ തടകലിട്ടു. ഇതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രത്യക്ഷമായി കരിങ്കൊടി സമരവുമായി എത്തിയത്. പഴയങ്ങാടിയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയെന്ന് ഒറ്റ കാരണത്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ഹെൽമറ്റും പെട്ടിച്ചട്ടിയും കൊണ്ടൊക്കെ അടിച്ച് ഇടിച്ച് മൂക്ക് കരച്ച് കായ് പൊട്ടിച്ചു, കാല് പൊട്ടിച്ച് തലക്കടിച്ചവരെ ആശുപത്രിയിലാക്കി. അതിനെ ന്യായീകരിക്കുന്നു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോ ആ മുഖ്യമന്ത്രി ആദ്യം ധരിച്ചത് ഞാൻ ഒരു നാഗവഴിയായിരിക്കുമെന്നാണ്. പക്ഷേ ഇത് തന്നെ ആവർത്തിച്ചപ്പോ എനിക്ക് തോന്നി അദ്ദേഹം ബോധപൂർവം പറയുന്നതാണ് എന്നാണ്. ആരെങ്കിലും വിശ്വസിക്കുമോ? അത് ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഞാൻ വിചാരിച്ചു നാഗവഴിയാണെന്ന്. പക്ഷെ പിന്നെ മനസ്സിലാക്കിയത് അദ്ദേഹം അത് ഒരു വിശ്വാസ പ്രമാണമായിട്ടാണ് അത് പറയുന്നത്. എല്ലാ സ്ഥലത്തും കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം അത് പറഞ്ഞു. അതിക്രൂരമായ അക്രമ പ്രവർത്തനങ്ങൾ ദിവസങ്ങളിൽ അരങ്ങേറിയപ്പോ അതിനെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യം ചെയ്ത മാധ്യമപ്രവർത്തകരെ പുച്ഛിക്കുവാനും ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്നത് മാത്രമേ താൻ കണ്ടുള്ളൂ എന്ന് ദാർഢ്യം കലർന്ന മറുപടിയും നിങ്ങൾക്ക് തന്നത് നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ കരുതുന്നു. മാധ്യമങ്ങൾ DYFI ഗുണ്ടകളുടെ അക്രമത്തെ മന്ത്രിമാരും രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ ന്യായീകരിച്ചു. തുടർന്ന് പോലീസും CPM ഗുണ്ടകളും നാടുനീളെ അക്രമം അഴിച്ചുവിട്ടു. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയെയും KPCC ജനറൽ സെക്രട്ടറി MJ ജോബിനെയും ജേക്കബിനെതിരെയും അക്രമം നടത്തി. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ചു. ഭിന്നശേഷിക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും DYFIക്കാർ മർദ്ദിച്ചു. DYFIക്കാരുടെ ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. അത് കേൾക്കണം നിങ്ങൾ. അടി കൊണ്ടോ പോരാ, വധശ്രമത്തിന് ഞങ്ങളുടെ കുട്ടികളുടെ പേര് കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിലാക്കി എന്ന് പറയുമ്പോ എന്ത് ഭരണം, എന്ത് ജനാധിപത്യം, എന്ത് നീതി, എന്ത് നിയമം, എന്ത് സംവിധാനം, എന്ത് വ്യവസ്ഥാപിതമായ സംവിധാനം ഈ സംസ്ഥാനത്ത് നമ്മൾ ആലോചിക്കണം. നെഞ്ചത്തെ കൈവച്ച് ആലോചിക്കണം. ഇവിടെ ഉണ്ടോ നിയമം? ഇവിടെ ഉണ്ടോ നിയമഭാഷ? ഇവിടെ ഉണ്ടോ ന്യായം? അന്യായത്തിന് മാത്രമേ ഇവിടെ സ്ഥാനമുള്ളൂ. ന്യായത്തിന് സ്ഥാനമില്ലാത്തൊരു നാടായി നാട് മാറുകയാണ്. പോലീസ് ചട്ടം ലംഘിച്ച് പ്രവർത്തകരെ മർദ്ദിച്ച കണ്ണൂരിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം പോലും മുഖ്യമന്ത്രി നിരാകരിച്ചു. സംരക്ഷിക്കുകയും ചെയ്തു അവരെ. ആ തെറ്റ് തിരുത്താൻ കോടതി വേണ്ടി വന്നു. നിങ്ങൾക്കറിയാം, ആ കേസിൽ കോടതി പറഞ്ഞു നടപടി എടുക്കണമെന്ന് പറഞ്ഞു കോടതി. അങ്ങനെ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. കോടതി പറഞ്ഞ ശേഷമാണ് കണ്ണൂരിനെതിരെ FIR കേസെടുക്കാൻ തയ്യാറായത്. മുഖ്യമന്ത്രി കലാപാഹ്വാനം നടത്തിയിട്ടും പോലീസ് കേസെടുത്തില്ല. പകരം ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച തനിക്കെതിരെയും പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയും കേസെടുക്കുന്നു. ഞങ്ങൾക്കിടയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നു. എന്തിനാ എനിക്കെതിരെ കേസെടുത്തതെന്ന് മനസ്സിലായില്ല. ജാമ്യമില്ലാത്ത കേസാണ് എടുക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. എന്താണ് എന്റെ കുറ്റമെന്ന് എനിക്കറിയില്ല. പിണറായി വിജയൻ ഈ കുറ്റം അത്രയും ചെയ്തിട്ടും അദ്ദേഹത്തിനെതിരെ കേസെടുക്കാത്ത ഈ സംസ്ഥാനത്ത് ഒന്നും ചെയ്യാത്ത എനിക്കെതിരെ കേസെടുത്തു എന്ന് പറയുമ്പോ എന്ത് നിയമം, എന്ത് നീതി, എന്ത് നിയമവാഴ്ച പരിശോധിക്കണ്ടേ? കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് വിലയിരുത്തേണ്ട ഒരു അവസരമല്ലേ ഇത്? ഓരോ ജില്ലയിലും 2000-ത്തിലധികം പോലീസുകാരെ ചുറ്റും വിന്യസിച്ചാണ് മുഖ്യമന്ത്രി നവകേരള സദസ്സ് നടത്തിയത്. പോലീസുകാരെ മുഴുവൻ പിണറായി കൊണ്ടുപോയതുകൊണ്ട് ഇത്തവണ ശബരിമല തീർത്ഥാടനം അലങ്കോലമായി. അവിടെ ആവശ്യത്തിന് പോലീസ് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ തിക്കും തിരക്കിലും പെട്ട് ആളുകൾ ശ്വാസം മുട്ടി പലരും ക്ഷേത്ര ദർശനം നടത്താതെ മടങ്ങിപ്പോയത് ഒരുപക്ഷെ ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമായിരിക്കും. ഈ വർഷത്തെ ദർശനമെന്ന് മനസ്സിലാക്കണം. അവിടെ അതെല്ലാം തകർത്തത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു യാത്രയാണ്. കരിങ്കൊടി കാട്ടാൻ പോലും അനുവാദമില്ലാത്ത കേരളം ഉത്തര കൊറിയയല്ലെന്ന് പിണറായി വിജയൻ ഓർക്കണം. അവിടുത്തെ ഏകാധിപതി കിങ് ഓഫ് യൂണിയനെ പോലെയാകാനാണ് പിണറായി ശ്രമിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം പിണറായിക്ക് അതിന് സാധിക്കില്ലെന്ന് ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു. നവകേരള സദസ്സുകൊണ്ട് ആർക്കാണ് പ്രയോജനം?
മാധ്യമങ്ങൾ വിലയിരുത്തും. ആർക്കാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? സാധാരണക്കാരനെ കാണുന്നില്ല, അവന്റെ പരാതി കേൾക്കുന്നില്ല. അവന്റെ പരാതി ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നു, അതിന് സർക്കാർ ഓഫീസിൽ കൊണ്ടുകൊടുത്താൽ പോരെ? എന്തിനിവിടെ പോണം? ഒരു തീർപ്പ് കണ്ടിക്കുന്നില്ല. കണ്ട് പഠിക്കണമല്ലോ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടി, അത് ജനസമ്പർക്ക പരിപാടി, ജനലക്ഷങ്ങളുടെ കണ്ണീരൊപ്പ പരിപാടി, ജനലക്ഷങ്ങളുടെ നേരിൽക്കണ്ട പരിപാടി, ജനലക്ഷങ്ങളുടെ സങ്കടം കേട്ട പരാതി, ആ ജനലക്ഷങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ നടപടി കേരളത്തിലല്ല ഇന്ത്യയിൽ മറ്റൊരു മുഖ്യമന്ത്രിയും ചെയ്യാത്ത ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയും ഇദ്ദേഹത്തിന്റെ ഈ നവകേരള യാത്രയും തമ്മിൽ ഒരു തരത്തിലെങ്കിലും ഒന്ന് ബന്ധപ്പെടുത്താനും താരതമ്യപ്പെടുത്താനും നമുക്ക് സാധിക്കുമോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പാർട്ടി യാത്ര വൻ പരാജയമായപ്പോ അതിനെ തുടർന്നാണ് ഇപ്പോൾ പിണറായി സർക്കാരിന്റെ മുഴുവൻ മിഷനറിയും ഉപയോഗിച്ച് നവകേരള സദസ്സ് നടത്തിയത്. കേരളത്തെ കലാപകലുഷിതമാക്കി എന്നല്ലാതെ എന്തെങ്കിലും മെച്ചമുണ്ടായോ? പിണറായിയെ വിമർശിച്ച പത്രപ്രവർത്തകരെ എല്ലാം പോലീസ് പിടിച്ചകത്തിടുകയാണ്. പിണറായി സത്യത്തിൽ മോദിക്ക് പഠിക്കുകയാണ്. പത്രപ്രവർത്തകരുടെ സംഘടനകൾ നിശബ്ദത പാലിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. എന്ത് മാധ്യമങ്ങളാ? എല്ലാത്തിനും വിമർശനം നടത്തുന്ന മാധ്യമങ്ങൾ എന്തുകൊണ്ട് പത്രപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തപ്പോ, പത്രപ്രവർത്തകരെ കേസെടുത്തപ്പോ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് നിങ്ങളോട് ഞാൻ മുഖത്ത് നോക്കി ചോദിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങളുടെ സംഘടനയ്ക്ക് സാധിച്ചില്ല? നിങ്ങൾക്ക് പത്രസ്വാതന്ത്ര്യം ഇവിടെ വേണ്ടേ? ആ പത്രസ്വാതന്ത്ര്യത്തിന് കഴിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ. എന്ത് ചെയ്തിട്ടാണ് നിങ്ങളെ കുറ്റം ചെയ്തത്? എന്തിനാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്തത്? അതിന് ഉത്തരം നിങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കണ്ടേ? ആ ബാധ്യത എന്റെ മാധ്യമ സുഹൃത്തുക്കൾ ഏറ്റെടുക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. പോലീസിന്റെ നരനായാട്ടിനെതിരെ 27-ന് ബ്ലോക്ക് തലത്തിൽ വൻ പ്രതിഷേധ ജ്വാല നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഫാസിസ്റ്റ് വിമോചന സദസ് എന്നാണ് അതിന്റെ പേര്. തുടർന്ന് പ്രക്ഷോഭ പരിപാടികൾ ഞങ്ങൾ തീരുമാനിക്കും. 2024 പിണറായി ഉറക്കമില്ലാത്ത രാവുകളായിരിക്കുമെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇതെല്ലാം ഈ സംഭവത്തിന് ഒരു പരിഹാരം വേണ്ടേ? എന്താണ് പരിഹാരം? ഇത്രയും നിയമലംഘനങ്ങളും ഇത്രയും നിയമവാഴ്ചയും തകർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി, അതിനെ അന്വേഷിക്കാൻ ഒരു ജുഡീഷ്യൽ എൻക്വയറി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാൻ പോവുകയാണ്. ഞങ്ങൾ കോടതിയിൽ പോകും. ജുഡീഷ്യൽ എൻക്വയറി സിറ്റിംഗ് ജഡ്ജിനെ വെച്ച് ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്തിക്കൊണ്ട് ഈ നടന്ന സംഭവത്തിന്റെ തെറ്റും ശരിയും വിലയിരുത്തി കേസെടുക്കേണ്ടവർക്കെതിരെ കേസെടുക്കാനും അന്യായമായി തടവിൽ വെച്ചവർക്ക് ന്യായമായ നീതി ലഭിക്കാനും സാഹചര്യമുള്ള ഒരു ജുഡീഷ്യൽ എൻക്വയറി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ജുഡീഷ്യൽ എൻക്വയറിക്ക് വേണ്ടി നല്ലൊരു ലീഗൽ വക്കീൽമാരെ ലീഗൽ സെല്ലിനെ വെച്ച് ഗവൺമെന്റ് തയ്യാറാവണം. ഗവൺമെന്റ് തയ്യാറാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോകും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മറ്റ് സമരമുറകളെ കുറിച്ചൊക്കെ UDF തലത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ച കഴിഞ്ഞതിന് ശേഷം മറ്റ് സമരങ്ങൾ അതെ ഇന്നലത്തെ മാത്രമല്ല ജനറലായി ഞാൻ ചോദിക്കുന്നു. കാസർഗോഡ് മുതൽ തുടങ്ങി ഈ എല്ലാ സ്ഥലത്തും ഇത് നടന്നില്ലേ? എവിടെയാണ് നടക്കാതിരിക്കുന്നത്? ഇന്നലത്തത് ഏറ്റവും പ്രധാനം. ഞാൻ പറഞ്ഞത് ജനറലായി ഈ പറയുന്ന പരിപാടിക്കകത്ത് CPM നവകേരള സദസ് എന്ന് പറയുന്ന ഈ സംഭവം നടന്ന എല്ലാ ജില്ലയിലെയും ഈ സംഭവത്തെ കുറിച്ചൊരു ജുഡീഷ്യൽ എൻക്വയറി നടത്തണമെന്നതാണ് ഞങ്ങളുടെ ആവശ്യം. ജീവൻ രക്ഷ നടത്തേണ്ടത് മുഖ്യമന്ത്രിയാണ്. സ്വയം ആളുകളെ ജീവൻ എടുക്കാനുള്ള ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന നമ്മളെ ഈ പൊട്ടിച്ചതൊക്കെ അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ലേ? ഇതൊക്കെ എന്താ സാധനം പരിശോധിക്കും. ഇതൊക്കെയാണ് ഇന്നലെ ഞങ്ങളുടെ സ്റ്റേജിൽ വെക്കാൻ വന്നതായ സാധനം അവിടെ എടുത്തുകൊണ്ടാക്കുന്നതാണ്. ഇതൊക്കെ ഇതിപ്പോ പൊട്ടി ഈ രാജ്യത്ത് ജനങ്ങളെ ഇത് പൊട്ടിയാത്ത സംഭവം ഇത് പൊട്ടിയാൽ ഞങ്ങളൊക്കെ ഒരു മരിക്കൂലെങ്കിലും ചതറും കാര്യം കഴിയുമ്പോ പോകും, ഉറപ്പാണ്. പക്ഷെ അങ്ങനെ പൊട്ടിയിട്ടില്ല മാത്രം അത് പഠിച്ചോണ്ടെന്ന് മാറ്റും. വീരം കൂടെ ശ്രദ്ധ നിങ്ങൾക്കൊന്നും പുകയൊന്നും കിട്ടിയിട്ടില്ലേ? നിങ്ങൾക്ക് ഈ പുകയൊന്നും കിട്ടിയിട്ടില്ലേ? എല്ലാവരും ഓടിയോ? ഓടിയ വൈകി മുന്നേ കുറച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ടില്ല.
ഗ്യാസ് പൊട്ടിയപ്പോഴത്തേക്കും കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ അണികളെ ഇട്ടിട്ട് ഓടി എന്നുള്ളൊരു നേതാക്കന്മാരും എഴുതിയിട്ടില്ല. ഇതിന് പരിക്ക് പറ്റിയവരും ചുമച്ചവരും ഒക്കെ പോയിട്ടുണ്ടോ? മാധ്യമങ്ങൾ ഗൂഢാലോചന നടത്തിയാണ് ഈ അഭിയോഗങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇതേ വാർത്തകൾ തന്നെ സർക്കാർ അനുകൂല മാധ്യമങ്ങളിൽ വരുമ്പോൾ സർക്കാർ മിണ്ടാതിരിക്കുന്നുണ്ട്. ഇത് ഇരട്ടത്താപ്പല്ലേ? ഇരട്ടത്താപ്പാണ്. പ്രതികരിക്കണം നിങ്ങൾ. ഞങ്ങൾ മാത്രം പ്രതികരിച്ചാൽ ഞങ്ങളുണ്ടല്ലോ കൂടെ. നിങ്ങളെ പറയുന്നത് ഞങ്ങളുടെ മുഷ്ടി ചുരുട്ടി ഞങ്ങൾ നിൽക്കാം. ജനാധിപത്യത്തോടൊപ്പമല്ലേ കോൺഗ്രസ്? ജനാധിപത്യ അവകാശം പ്രൊട്ടക്ട് മാധ്യമങ്ങളുടേതായാലും സാധാരണക്കാരൻ്റെതായാലും നിരക്ഷരന്റേതായാലും സാക്ഷരതയുള്ളവരായാലും സമ്പന്നന്റേതായാലും തൊഴിലാളികളുടേതായാലും പട്ടണിക്കാരൻ്റെതായാലും പോലീസുകാരുടേതായാലും നീതിക്ക് വേണ്ടി പോരാടാൻ അതിന്റെ മുമ്പിൽ കോൺഗ്രസ് പാർട്ടി എന്നുമുണ്ട്. സ്വാതന്ത്ര്യ സമരം മുതൽ ഇന്ത്യയിൽ അതിന്റെ ആളുകളും അതിന്റെ അവകാശികളുമാണ് ഞങ്ങൾ. ഞങ്ങളുടെ പാരമ്പര്യം അതാണ്. എത്ര തെളിവ് വേണം നിങ്ങൾക്ക്? ഞങ്ങൾ തരാം. എത്ര തെളിവ് വേണം? വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. കാരണം താങ്കളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഇത്തരമൊരു അതിക്രമത്തിന്റെ നിർദ്ദേശം നൽകിയെന്ന് പറയുമ്പോ അറിയില്ല. ചിലപ്പോ പ്രകാശ് പുള്ളിക്കറിയാലോ, പുള്ളിക്ക് നമ്മളെ ഒന്ന് ഒതുക്കാൻ എടുത്തൊരു സമയമല്ലേ. അത് ഒതുക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹമായിട്ട് ചെയ്യും. അദ്ദേഹത്തിന് അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തപ്പോൾ അതിൽ എ കെ അനിൽകുമാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അധമമായ നരഹത്യാ ശ്രമത്തിന് പോലീസ് മനഃപൂർവ്വം ശ്രമിച്ചു എന്നുള്ളതാണ്. അതേ നിലപാടാണോ? ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ പാർലമെന്റിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രിവിലേജ് ഇല്ലേ? ഞങ്ങൾ ഇരിക്കുന്ന ഇടത്ത് ഇത്രയും മീറ്ററിനുള്ളിൽ നിന്ന് ഗ്രനേഡ് പൊട്ടിക്കാവോ? വെള്ളീറ്റാവോ? ഇവിടെ ഒരു DGP ഉണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ. അല്ല, പുള്ളിക്ക് എന്റെ വീട്ടിൽ സുരക്ഷയില്ലാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പൊ പാവം പുള്ളി ഒരു അല്ലാത്തൊരു മനുഷ്യനാണ്. പുള്ളിയെ വിളിച്ചപ്പോ എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹത്തെ ഇങ്ങനെ വിളിച്ചിരുന്നു എന്ന് പറയുന്നു പല രാഷ്ട്രീയ ഞാനെന്താ സംസാരിച്ചത്? ശശി തരൂറും മാധ്യമങ്ങളാണ് എന്നോട് സംസാരിച്ചത്. ഞാൻ സംസാരിച്ചിട്ടില്ല. അയാൾ പക്ഷേ ഒന്നും പ്രതികരിച്ചില്ല. അറിഞ്ഞില്ല. നിങ്ങൾ പറയുന്ന വാദമുഖത്തോട് ഞങ്ങൾ യോജിക്കുന്നു. ആ DGP എന്ന് പറയുന്ന കസേരയിൽ ഇരിക്കാൻ ഒരു അർഹതയുമില്ലാത്ത കൊള്ളാത്ത ഒരാളാണ് ആ DGP എന്ന് ഞാൻ അടിപൊളിയിട്ടു. ഇവിടെ രണ്ട് DGP ആണ്. ഒന്ന് ശശിയാണ് ആക്ടിംഗ് DGP, പി ശശിയാണ് ആക്ടിംഗ് DGP. എന്താ PSSന്റെ പാരമ്പര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഈ നവകേരള സദസ്സെ സർക്കാർ പരിപാടിയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെയൊക്കെ സുരക്ഷ ഒരുക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. അങ്ങനെ സർക്കാർ പരിപാടിക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സുരക്ഷ ഒരുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഞങ്ങൾ പറയുന്നത് തന്നെയല്ലേ, ഡിവൈഎഫ്ഐ ഗുണ്ടകളുടെ പിന്തുണയും സംരക്ഷണത്തിലുമാണ് ഇതെല്ലാം നടത്തിയത്. മൊത്തം മോശമായ രീതിയിലായിരുന്നു ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. ചാണ്ടിയുമൻ പ്രതിഷേധിക്കുമ്പോൾ അവിടെ എത്തിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. കേരളത്തിലുടനീളം അവർ കേരളത്തിലെ CPMന്റെ അറിയപ്പെടുന്ന ഗുണ്ടകളെ മൊത്തം സെലക്ട് ചെയ്ത് അവരെ വാഹനത്തിൽ ഇതിലൂടെ അകമ്പടിയായി കൊണ്ടുവരികയാണ്. എല്ലാ സ്ഥലത്തും വാഹനത്തിൽ അവർ കണ്ണൂർ കാസർഗോഡുള്ളവർ വരെ എത്തിയിട്ടുണ്ട്, തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഇതിനകത്തേക്ക് അവിടെ തൊട്ട് ഇതിനോടൊപ്പം ഇതിനെ കൂടെ വന്ന് വരികയാണ്. എല്ലാം അവരെ പിടിച്ചാൽ എല്ലാം 1, 2, 5 കേസിൽ പ്രതികളാണ്. പ്രസിഡന്റ് പറഞ്ഞത് പിണറായിയെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഇത്തരം അക്രമ പ്രവർത്തനങ്ങളാണ് പിണറായിക്ക് സംതൃപ്തി നൽകുക. അതുകൊണ്ടാണ് പ്രസിഡന്റ് സൈക്കോപാത്ത് പറഞ്ഞത്. പിണറായിക്ക് സംതൃപ്തി നൽകുന്നത് എപ്പോഴും ഇത്തരം അക്രമങ്ങളാണ്. അത് പോലീസ് ഉണ്ടെങ്കിലും അതിന്റെ കൂടെ കൊലയാളി സംഘങ്ങൾ ഉണ്ടാവുമ്പോഴേ അദ്ദേഹത്തിന് തൃപ്തി കിട്ടുന്നതാണ് പ്രസിഡന്റ് പറഞ്ഞത്. അല്ല, അപ്പൊ ഈ ഡിവൈഎഫ്ഐയുടെ ഈ മഞ്ഞപ്പടയെ തുടർന്ന് എങ്ങനെയായിരിക്കും നേരിടുന്നത്? അത് നമുക്ക് നോക്കാം. നമുക്കിത് കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില മാർഗങ്ങളൊക്കെ നമ്മളിപ്പോ ഒരു ചെറിയൊരു മഴ പെയ്യുമ്പോൾ നമ്മൾ പിന്നെ പന്തലൊന്നും കിട്ടില്ല. പക്ഷെ നമ്മളോടും പന്തൽ വരുമ്പോൾ നമ്മൾ പന്തല് കെട്ടുമല്ലോ. അതെ, നനയാനിടയാവാതെ ഇരിക്കണമെങ്കിൽ നല്ല പന്തല് കെട്ടണല്ലോ. അത് കെട്ടും. ഇടിയും മിന്നലും മഴയുടെ അഭിവാജ്യ കിടക്കല്ലേ.
പറഞ്ഞിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഉള്ളതാണോ? ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും കുറെ ആളുകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പലതരത്തിലും നമുക്ക് വിനിയോഗിക്കാം. ഇനി ഒരു വിമർശനം ഉയരുന്നത് സാധാരണ കോൺഗ്രസിന്റെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ തന്നെ ആയിരിക്കും ഉന്നതങ്ങളിൽ നിയമിക്കുക എന്നൊരു ആക്ഷേപമുണ്ട്. ഇത്തരത്തിൽ അതിക്രമമൊക്കെ അതാണ് ലിസ്റ്റൊക്കെ വാങ്ങി സൂക്ഷിക്കുന്നതിന് ഒരു കാര്യവും രഹസ്യം അതാണ്. അത് വേണോ വേണ്ടി നമ്മൾ ആലോചിക്കും. ഫൈനാൻസ് നോക്കുന്നത് കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് സൂക്ഷിക്കുന്നത് എന്തിനാ? ഒരു അവാർഡ് കൊടുക്കാനല്ല. നമ്മൾ ഭരിക്കാൻ വരുന്നുണ്ടില്ല. എന്തായാലും ഉറപ്പ് അങ്ങനെ വരാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ സമരം പോലും അതിന്റെ ഭാഗമാണോ? അങ്ങനെ വരാൻ വേണ്ടി ഭരണത്തിൽ വരാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ തുടങ്ങിയല്ലോ. നമ്മുടെ നമ്മള് ലോകം നമ്മുടെ ഫിഷറീസിൽ നമ്മൾ പെർഫെക്റ്റ് ആക്കിയില്ലേ? ബൂത്ത് വർക്കായിട്ട് നമ്മൾ റെഡിയാക്കിയില്ലേ? ഇനിയിപ്പോ നമ്മുടെ കൂടെ വന്നാൽ നമ്മുടെ സംഘടന ഫിഷറി കംപ്ലീറ്റ് ആവും. നമ്മളത് വെച്ച് പോകും. നമുക്ക് മാത്രമല്ല എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് കേരളത്തിൽ ഇപ്പോൾ ഒരു ട്രെൻഡ്, പൊളിറ്റിക്കൽ ട്രെൻഡ് എന്താ? ഈസ് എ ഫേവറേറ്റ് ടു us നമുക്ക് ആ 40, 45, 50 കൊല്ലമായി നമുക്ക് നഷ്ടപ്പെട്ടു പോയ മുഴുവൻ കോളേജുകളും പോളിടെക്നിക്കുകളും മെഡിക്കൽ കോളേജുകളും കേസ് ജയിച്ചു വരുന്നു. തമ്മിൽ മെജോറിറ്റിയാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്നു. നമുക്ക് നല്ല ഭൂരിപക്ഷം കിട്ടി. അത് കിട്ടി. എല്ലാ രംഗത്തും നമ്മളിപ്പോ നമ്മുടെ അഡ്വാൻസ് ചെയ്തുകൊണ്ടില്ലേ? നമ്മൾ ഈ കുറ്റവിചാരണ സദസ്സുകൾ നടക്കുകയാണ്. കുറ്റവിചാരണ സദസ്സുകൾ നടക്കുമ്പോൾ ഇപ്പൊ നവകേരള സദസ്സിലേക്ക് ആളുകൾ ഒഴുകിയെത്തിയിട്ടുണ്ട്. 10,000-കണക്കിന് ആളുകൾ വന്നിട്ട് എന്തുകൊണ്ട് കുറ്റവിചാരണ സദസ്സിലെ പങ്കാളിത്തം വളരെ ചുരുക്കിച്ചു പോകുന്നത്? കുറ്റവിചാരണ നമുക്ക് വളരെ ചെറിയ സ്ഥലം ഒഴിച്ചാൽ ബാക്കി എല്ലാടെയും നമ്മുടെ നല്ല ജനസംസാരം നടത്തിയത്. നമ്മൾ നടന്ന പരിപാടി എല്ലാം ഗംഭീര പരിപാടിയാണ്. കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അടുത്ത കാലമൊന്നും ഒരു കാരണം എന്താ നടക്കാത്ത പരിപാടികൾ നമ്മൾ മണ്ഡലം തലത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. ബ്ലോക്ക് തലത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. ജില്ലാ തലത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. കുടുംബശ്രീ അംഗങ്ങളെയും തൊഴിലുറപ്പുകാരികളുമാണ്. ഈ കുടുംബശ്രീക്കാരും തൊഴിലുറപ്പുകാരും വന്നാൽ ഉണ്ടാകുന്ന ജനപങ്കാളിത്തമാണോ നവകേരള സദസ്സിൽ? ഈ അവിടെ കിട്ടിയ പരാതികളെല്ലാം പരിഹരിക്കുന്നത് UDF കരുതുന്നുണ്ടോ? കോൺഗ്രസ് കരുതുന്നുണ്ടോ? ആ പരാതി നിങ്ങൾ ഞാൻ വെല്ലുവിളിക്കുന്നു. 5% ആ പരാതി ഈ സർക്കാർ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ 5% നിങ്ങൾ പരിശോധിച്ചു. 2 മന്ത്രിമാർ ഇന്ന് രാജിവെച്ചു. പുതിയ 2 മന്ത്രിമാർ വരികയാണ്. എവിടെ? മന്ത്രിസഭയിൽ ഏത് മന്ത്രി വരുന്നു? ഏത് മന്ത്രി പോകുന്നു? ഇവിടെ മന്ത്രിയുണ്ട്. സ്തുതിപാഠകന്മാരായ കുറച്ച് ആളുകൾ. സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താ മന്ത്രിമാർ. സത്യം പറയാം. നമുക്കത് മുമ്പ് നമ്മളൊക്കെ മന്ത്രിമാരെ പേര് ഇന്ന മന്ത്രി റവന്യൂ ആയിരുന്നു. നമ്മളപ്പം പറയല്ലോ. ഇപ്പൊ ഒന്ന് റവന്യൂ കമ്മിറ്റി നമുക്കൊന്നും അറിയില്ല. അവിടെ ഒന്നും മനസ്സിലില്ല. ആകെ ഒരാളെ ഉള്ളൂ ഈ മനസ്സിൽ. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കാൻ എന്തിനോ എന്ത് മന്ത്രിയാലും നമുക്ക് എന്ത് കാര്യം? ഗണേശ മന്ത്രിയാവുകയാണ്. നല്ല വിദ്വാനാ വരുന്നത്. ഭയങ്കര പാരമ്പര്യം. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള കാരണം എന്താ? കാരണം ഈ മന്ത്രിസഭയോടുള്ള പ്രതിഷേധം, ഈ കണ്ട മന്ത്രിസഭയോടുള്ള പ്രതിഷേധം പിന്നെ വരാൻ പോകുന്ന പദവിയിൽ വ്യത്യാസമാവില്ല. കാരണം ഇത് നരസിംഹന്റെ കീഴിലാകട്ടെ മന്ത്രിമാർ വരാൻ പോകുന്നത് ഒരാൾക്കും വ്യക്തിത്വമുള്ള ഒരു മന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഉണ്ടാവില്ല. ഉണ്ടായാൽ ശൈലജ ടീച്ചർ അനുകൂലം ഉണ്ടാവില്ല.